പുറത്തു വന്ന ഏട്ടന് ടേബിൾ മാനേഴ്സ് ഒക്കെ അറിയാലേ. അല്ല, ടേബിൾ മാനേഴ്സ്. അതെന്താ കുഴപ്പം? അത് എൻ്റെ മാനേഴ്സിന് എന്താ കുഴപ്പം? അല്ല ഏട്ടാ, ഇവിടെ കൃത്യമായിട്ട് വേസ്റ്റ് ഇട്ട് അവിടെ വീട്ടിലെന്താ പ്രശ്നം? എൻ്റെ വീട് എൻ്റെ സൗകര്യം, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? ഏട്ടാ, ഞാൻ അത് ചുമ്മാ പറഞ്ഞതാ. ഏട്ടൻ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ ദേഷ്യം വരില്ലേ? എൻ്റെ മാനേഴ്സിന് എന്താ പ്രശ്നം? എനിക്ക് ഇത്രയുള്ള മാനേഴ്സൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? ഏട്ടാ, ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? ദേഷ്യത്തിലാണോ? ഈ അവിടെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഏട്ടത് ഞാൻ വെറുതെ പറഞ്ഞതാ, ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ഇതാണ് ഈ എൻ്റെ അടുത്ത് എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ഏട്ടാ, തെറ്റായിട്ടല്ല, നമ്മളവിടെ ഇരുന്നപ്പോൾ ഞാൻ ന്യായീകരിക്കണ്ട. ഈ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ എന്നോട് സോറി പറ. സോറി. ഹലോ, പാടി മാനേഴ്സ് കാരി. മാനേഴ്സ് വാ. ഏട്ടാ, ആ പ്ലംബറോടൊന്ന് വരാൻ പറയോ? ആ കിച്ചണിൽ ആ വേസ്റ്റ് വാട്ടർ മൊത്തത്തിൽ അടങ്ങാറാ. എനിക്ക് വേസ്റ്റ് ഭയങ്കര പ്രശ്നമല്ലേ, ശരിയാക്ക. എവിടെ അമ്മയുടെ കുഞ്ഞമ്മയുടെ കൊച്ചുമോൻ ദീപക്. ദീപകിനെ നിനക്കറിയത്തില്ല? ദീപകിന്റെ കല്യാണം ഗുരുവായൂർ വെച്ച്. അപ്പൊ അതിനുവേണ്ടി ഗുരുവായൂർ വന്നു. പിന്നെ ഇവക്കെ കുറച്ച് ദിവസമായിട്ട് ഈ കാലിലൊരു നീരുണ്ട്. അതാകുമ്പോ കോട്ടക്കലൊന്ന് കാണിക്കാന്ന് വെച്ചു. ആ കോട്ടക്കലും പോയി. പിന്നെ ഇവിടെ വന്ന് ചെറിയച്ഛനെയും നിന്നെയും കൊച്ചിനെയൊക്കെ ഒന്ന് കാണാം. പറ്റിയാലൊന്ന് മൂകാംബി വരെ പോണം. അത്ര നീരെന്താന്നറിയില്ല, അതിന്റെ ആയിരിക്കും. ആ, നീര് പറ്റിയാലേ ഉള്ളൂ കേട്ടോ മൂകാംബിക്ക്. ആഹാ, മനസ്സിലായോ? മനസ്സിലായി. ആരാ? നീ പറഞ്ഞു കൊടുക്കരുത്, മോളൂറ. വല്യച്ഛന്റെ മോൻ. അത് കുറച്ചേരം കണ്ടല്ലേ ഉള്ളൂ. അന്ന് കുറച്ചേരം അതെ അതെ, നല്ല ഓർമ്മയുണ്ട്. അയ്യോ അയ്യോ, നന്നായി നന്നായി നന്നായി. മോളെ, പാലുണ്ടല്ലോ, ചായ എടുക്ക്. ചായ എടുത്തോ, പക്ഷെ പാൽ ഒഴിക്കണ കട ചായ മതി.
അല്ല പാലുണ്ട് കേട്ടാ. അല്ല അതുകൊണ്ടല്ല കട്ടൻ ചായ മതി. എപ്പൊ നോക്കിയാലുണ്ട് നിങ്ങൾക്ക് ഒരു പാൽച്ചായ മുടക്കല്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു പാൽച്ചായ അടിച്ചാൽ എന്താ? മോള് പോയി പാൽച്ചായ എടുക്കാൻ മോളെ. അതെ അതെന്താ പറയുക, ഇതിനെ രണ്ടായിട്ട് കാണണം. നീ കേക്ക്, ഒന്ന് ഈ രുചിഭേദവും പിന്നൊന്ന് ഈ ദഹനഭേദവും. ഈ രുചിഭേദത്തിൽ ഇവിടെ പറഞ്ഞ കറക്റ്റാണ്, ഈ പാൽച്ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. പക്ഷേ ഈ ദഹനഭേദത്തില് ഈ ശരീരത്തിന് നല്ലത് കട്ടൻ ചായ. അപ്പൊ കട്ടൻ ചായ എടുത്താൽ മതി. ഞാൻ രണ്ടും എടുക്കാം, കുഴപ്പമില്ല. അവളെ കൊണ്ട് വെറുതെ പണിയെടുപ്പിക്കാൻ. നീ ഈ കൊല്ലം മാല ഇടുന്നുണ്ടോ? ആ മാല ഇടുന്നുണ്ട്. എന്തായാലും പോണം. ചെറിയ പോകുന്നുണ്ടോ? പിന്നെ പോവാണ്ട് എന്നെ ഇവരെയും കൂടെ ചെറിയ അടിച്ചിട്ട് നീ ഓർക്കുന്നുണ്ടോ? ഇന്നല്ല കൂടുതൽ പിന്നെ നല്ലോണം തല്ലി. അയ്യോ എടുത്തു. എന്താ മോളെ ഇത്? ഇതാണോ കട്ടൻ ചായ? ഇതാണോ മൂന്നും ഇത്രയും നാളായിട്ട് കട്ടൻ ചായ എന്ന് പറഞ്ഞ് കുടിച്ചോണ്ടിരുന്നത്? മോളെ, ഈ കട്ടൻ ചായ എന്ന് പറഞ്ഞാല് ഈ വെള്ളത്തിനകത്ത് തേയിലപ്പൊടി മൻസാരി ഇടുന്ന അല്ല കട്ടൻ ചായ. ഈ കട്ടൻ ചായക്കകത്ത് ഒരു ശകലം ഏലക്ക, കുറച്ച് കറുവാപ്പട്ട, ശകലം ഗ്രാം, കുറച്ച് ഉലുവ, എന്നാ പിന്നെ അതിൽ കുറച്ച് ഗരം മസാല ആരെയും കൂടെ ബിരിയാണി ആക്കാനും. ഈ തിന്നുന്ന മുഴുവൻ കാലിലേക്കാ പോകുന്നതേ ഉള്ളൂ, നീരില്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. കുഴപ്പമില്ല. എന്നാ പിന്നെ ഇറച്ചിക്കറി ചപ്പാത്തിയൊക്കെ രാത്രിയില്. ഇറച്ചിക്കറിയാണോ? ഞാൻ ഉണ്ടാക്കാം. എന്താ എന്നൊരു കാര്യം ചെയ്യും. ഇന്ന് സ്ത്രീകൾക്ക് വിശ്രമം. ഇന്ന് അടുക്കളയിൽ ഞങ്ങള് ആമ്പിള്ളേർ കയറും. മോളെ, ഞാനൂടെ കൂടണോ? സാരില്ല ചേച്ചി, കാലം വയ്യാത്തല്ലേ. എന്നാ ഞാനൊന്ന് പോയി കിടന്നാലോ? ആ ഒന്നിക്ക് അതെടുക്ക്, ഇല്ല വേറെ ചീട്ട് വലിക്ക്. അപ്പൊ നേരമല്ലോ. കേരക്കട്ടല്ലേ, ഇപ്പോഴാണ് ചായ ആയത്. ഇനിയിപ്പോ നല്ല ചായ ഉണ്ടാക്കാൻ ആരാ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ എന്താ പറയും? ഏട്ടൻ. ആ മോളിരിക്കേ, നമുക്ക് 28 കളിക്കാം. ഇല്ല, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അതിനെന്തോ അടുക്കള പണി? പണിയൊത്ത് നമുക്കല്ലേ. ഞാൻ അടിച്ചു. ചേടാ, എന്റെ ഒറ്റ ചീട്ടിന് അടിയായി. മോളെ, മോളെ, എന്താച്ചാ? ഇതെന്താ മോളെ? ഇന്റർവ്യൂ ലെറ്ററാ. ആ, നമ്മളന്ന് പറഞ്ഞല്ല മോളെ വേണ്ടാന്ന്. ഇവിടുത്തെ അമ്മ MA വരെ പഠിച്ചതാണ്. ഓള് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ട്. അതുകൊണ്ടെന്താ, മക്കളെല്ലാം നല്ല നിലയിലായി. വീട്ടിലൊരു പെണ്ണുള്ളത് വീടിനൊരു ഐശ്വര്യ. കളക്ടർമാരും മന്ത്രിമാരും ഒക്കെ ചെയ്യുന്നതിനേക്കാളും വലുതല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നത്? മോളെ അമ്മേനോട് ചോദിക്കുക, അമ്മ ഇതെന്നെ പറയും. സാരല്ലേ കേട്ടോ, സാരല്ല.